സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് യേശു പറഞ്ഞു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ശക്തന്മാരായ പ്രവാചകന്മാരെ നോക്കിയാൽ മോശയായാലും ഏലിയാവായാലും എലീശയായാലും യെശയ്യാവായാലും ഇവരെല്ലാവരും സ്ത്രീയിൽ നിന്ന് ജനിച്ചവരാണ്. പിതാക്കന്മാരെ നോക്കിയാൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവരാണ്. ആദാം മാത്രമേ സ്ത്രീയിൽ നിന്ന് ജനിക്കാതുള്ളൂ. അദ്ദേഹമാണെങ്കിൽ ആദ്യത്തെ വീണുപോയ മനുഷ്യൻ. യേശു കർത്താവ് സ്ത്രീയിൽ നിന്ന് ജനിച്ചതാണ്. അപ്പോൾ യേശു കർത്താവ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനായി വന്നത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവായി. ഒന്ന്, സ്വർഗരാജ്യത്തിൽ ചെറിയവൻ വലിയവനുണ്ടോ? തന്നെത്താൻ താഴ്ത്തുന്നവൻ വലിയവൻ, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ന്നവൻ, കർത്താവിന് വേണ്ടി ചിതറിക്കുന്നവൻ വലിയവൻ, കർത്താവിനെ കൂടാതെ ശേഖരിക്കുന്നവൻ ചെറിയവൻ. എന്ന് പറഞ്ഞാൽ വലിപ്പവും ചെറുപ്പവും മറ്റുള്ളവരല്ല തീരുമാനിക്കുന്നത്, നമുക്ക് തന്നെ തീരുമാനിക്കാം വലിയവനാകണോ ചെറിയവനാകണോ. രണ്ട്, എന്താണ് സ്വർഗരാജ്യത്തിലെ ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാകുന്നത്? പഴയ നിയമത്തിലെ എല്ലാവരേക്കാളും ശ്രേഷ്ഠനാകാൻ കാര്യം യോഹന്നാൻ സ്നാപകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവനാണ്. പക്ഷേ പുത്രത്വത്തിന്റെ ആത്മാവല്ല. സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള ആത്മാവിനെ പ്രാപിച്ചവൻ, ദൈവത്തെ പിതാവായി കാണാൻ ഭാഗ്യം കിട്ടിയവൻ.